ഇസ്ലാമിൻ്റെ നിയമം സ്ത്രീക്കും പുരുഷനും ഒരുപോലെയാണ് ഇബാദത്തിൻ്റെ കാര്യം. എന്നാൽ ചില നിയമങ്ങൾ നമുക്ക് വ്യത്യാസമുണ്ട്. നിങ്ങൾ നോക്കണം, ഞാൻ ആദ്യമായി പറയുന്നത് ഭർത്താവ് മരിച്ചാൽ ഒരു ഭാര്യ ഇദ്ദയിരിക്കേണ്ട നിയമം ഖുർആനിൽ എങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ്. അത് പറയാനുള്ള കാരണം എന്താണെന്നറിയോ? ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫോൺ വരുന്നത് എനിക്ക് വരുന്ന ഒരു സംഭവം അതാണ്. ഭർത്താവ് മരിച്ച സ്ത്രീ എങ്ങനെ ഇദ്ദയിരിക്കണമെന്ന്. ഈ കാര്യത്തിലാണെന്ന് ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൊണ്ടു നടക്കുന്നത് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാലാണ്. ഈ ഭർത്താവിൻ്റെ കൂടെ 60 70 അല്ലെങ്കിൽ 40 30 വർഷം ജീവിച്ച് ഒരേ ബെഡിൽ കിടന്ന അവരിൽ ഒരാൾ ഭർത്താവ് പിരിഞ്ഞു കഴിഞ്ഞാൽ ആ ഭാര്യ 4 മാസവും 10 ദിവസവും ഇരിക്കണമെന്ന് പറയുമ്പോൾ അതിലുള്ളൊരു ടെൻഷൻ എത്രമാത്രമാണ് നമ്മൾ സ്ത്രീകൾക്ക് എന്നറിയോ? നിങ്ങൾ കേൾക്കണം. നമ്മുടെ സ്ത്രീകൾ ചോദിക്കുന്ന ചോദ്യമാണ്, ഭർത്താവിൻ്റെ അനിയനെ കാണാൻ പറ്റുമോ, ഭർത്താവിൻ്റെ എന്നോലെ കാണാൻ പറ്റുമോ, നാട്ടിലെ അയൽവാസികളെ കാണാൻ പറ്റുമോ? അപ്പോഴാണ് ഇവൾക്ക് ദീൻ വരുന്നത്, ആരൊക്കെയാണ് കാണാൻ പറ്റുക എന്നുള്ളത്. എന്താണ് ഇദ്ദ എന്ന് ഖുർആൻ ശരിക്ക് പഠിപ്പിക്കുന്നു. സൂറത്ത് നിങ്ങൾ അൽ-ബഖറ ഓതുമ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കണം. വല്ലദീന യുതവഫൗന മിൻകും വയദറൂന അസ്വാജൻ യതറബ്ബസ്ന ബിഅൻഫുസിഹിന്ന അർബഅത അശ്ഹുരിൻ വഅശറൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇത് നമ്മളെ പഠിപ്പിക്കുകയാണ് റബ്ബ്. നിങ്ങളിൽ നിങ്ങളുടെ ഭർത്താക്കന്മാർ ഭാര്യമാരെ ഇട്ടേച്ചു കൊണ്ട് മരിച്ചു പോയി കഴിഞ്ഞാൽ യതറബ്ബസ്ന, അവൾ കാത്തിരിക്കുക തന്നെ ചെയ്യണമെന്നാണ്. ബിഅൻഫുസിഹിന്ന, അവളുടെ തടിക്ക് വേണ്ടിയിട്ടാണത്. അർബഅത അശ്ഹുരിൻ വഅശറൻ, 4 മാസവും 10 ദിവസവും. ഈ ക്ലാസ്സിൽ വന്ന ഒരാൾക്കും ഇദ്ദയിൽ സംശയമുണ്ടാകാൻ പാടില്ല. ഈ ഇരുന്ന ആൾക്കാർ നമ്മുടെ കുടുംബത്തിൽ മരിക്കുന്ന സഹോദരിമാരുണ്ടാവില്ല, ഭർത്താക്കന്മാർ വെച്ചാൽ അവർക്ക് നിങ്ങളിത് പറഞ്ഞു കൊടുക്കണം. 4 മാസവും 10 ദിവസവും ഭർത്താവ് മരിച്ചാൽ ആ സ്ത്രീ ഇദ്ദ ഇരിക്കണം എന്ന് പറഞ്ഞത്, ആ പറഞ്ഞിൽമേലാണ് ഇപ്പോൾ ഉള്ള സംശയം. അത് എങ്ങനെ ഇരിക്കണം? 1, വെള്ള വസ്ത്രം വേണോ? വേണ്ട. വെള്ള ഉടുപ്പ് വേണോ? വേണ്ട. നിസ്കാരക്കുപ്പായ മുഖമക്കനി ഇടണോ? വേണ്ട. റൂം മുഴുവനും കെട്ടി മറക്കണോ? വേണ്ട. മേലാപ്പ് കെട്ടണോ? വേണ്ട. ഇതൊന്നും പടച്ചോൻ പറഞ്ഞിട്ടില്ല. 4 മാസവും 10 ദിവസവും അവൾ പുറത്തിറങ്ങി നടക്കരുത്. കല്യാണ സദസ്സുകളിൽ ആൾക്കൂട്ടങ്ങളിൽ പങ്കെടുക്കരുത്. കലോത്സവങ്ങളിൽ, മറ്റുള്ള ഉത്സവങ്ങളിൽ, കാർണിവലുകളിൽ പോകരുത്. കണ്ണെഴുതി സൗന്ദര്യ പ്രദർശനം നടത്തരുത്. ആഭരണം ഇടാൻ പറ്റുമോ എന്ന് അടുത്ത ചോദ്യം. ആഭരണം ഭർത്താവിന് കാണാനാണ് നമ്മൾ പൊന്നു കെട്ടുന്നത്. നമ്മളെ വീട്ടിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഏറി വന്നാൽ നമ്മുടെ കാതിൽ കമ്മൽ മാത്രമാണ്. കെട്ടിച്ച് വിടുമ്പോൾ നമ്മളെപ്പിമ്മി എന്ത് ചെയ്യും? ഒരുപാട് കഷ്ടപ്പെട്ടാണ് കാതിലൊരു വലിയൊരു കമ്മലും, കഴുത്തിൽ 2 മാലയും, കൈ മരുന്ന 3-4 വളയും, ചെറുതായി പറയണം കേട്ടോ. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കി എന്തിന്? ഈ ചങ്ങായി ഇതിൻ്റെ കുട്ടിനെ ഇഷ്ടപ്പെടണം, ഈ സൗന്ദര്യം കണ്ടിട്ട് എന്നാണ്. സൗന്ദര്യം ഒരു ഭാഗമാണല്ലോ. അപ്പം അതിന് വേണ്ടി, അപ്പോൾ ഈ ഭർത്താവ് മരിച്ച സ്ത്രീ പിന്നെ ആരെ കാണിക്കാനാണ് നമ്മൾ ആഭരണം കെട്ടുന്നത് എന്നതാണ് ഒരു ചോദ്യം. പക്ഷെ കെട്ടണ്ട എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ കമ്മൽ, ഭർത്താവ് മരിച്ചാൽ കമ്മൽ ഊരി വെക്കുകയാണ് ആദ്യം ചെയ്യുന്നത്, മാല ഊരി വെക്കുകയാണ് ആദ്യം ചെയ്യുന്നത്, വള ഊരി വെക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. അങ്ങനെ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഭർത്താവിനാണ് ആഭരണം കെട്ടി കാണിക്കേണ്ടത്. ഭർത്താവ് പോയാൽ പിന്നെ ഞാനെന്തിനത് കെട്ടണം എന്ന് ചിന്തിച്ച് ഊരി വെക്കുന്നവരുമുണ്ട്. അത്യാവശ്യം നമ്മളെ കാതിലോ കമ്മലോ എന്ത് ഇടുന്നതിന് യാതൊരു തെറ്റുമില്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ആദ്യം തന്നെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ അതിനെ കൊണ്ട് കുളിപ്പിക്കുക, അതിന് മയ്യത്ത് കുളി. അത് കണ്ടില്ല നിങ്ങൾ? ഭർത്താവ് മരിച്ച പെണ്ണിനെ മയ്യത്താണ് എടുത്തു കഴിഞ്ഞാൽ ആദ്യം ആ സ്ത്രീൻ്റെ പിന്നാലെ പിന്നെ ആ വീട്ടിലും ആ കൂട്ടിലുമുള്ള ആൾക്കാർ മുഴുവനും എന്നിട്ട് അതിനാദ്യം കുളിപ്പിക്കുകയാണ്. എന്ത് കഷ്ടകാലം! അതിനാദ്യം കുളിപ്പിച്ച് പിന്നെ അതിനൊരു ബുദ്ധ അയിങ്ങാണ്ട് അതിൻ്റെ റൂമിൽ ഇല്ല ടെൻഷൻ കൂടാൻ അതിനപ്പോൾ ഇരുത്തി. അപ്പോൾ നമ്മളാ ചെന്ന ആൾക്കാരൊക്കെ അതിൻ്റെ വട്ടത്തിലിരുന്ന് കരയേണ്ട കാര്യം അവൾക്ക് അറിയണില്ല. എന്നാലും നമ്മൾ പറയും കരയേണ്ട കേട്ടോ, കരയേണ്ട, സബൂറാകണം. സബൂറായാലും നമ്മൾ തന്നെ സബൂറില്ലാതെ വന്നിക്കുന്നത്. എന്നിട്ട് സബൂറാകണം, അതാണ് കൂലിയെന്ന് അറിയും. ഈ പാവം അതിൻ്റെ കരച്ചിലൊക്കെ കഴിഞ്ഞു. നമ്മളൊക്കെ ഭർത്താക്കന്മാർ മരിച്ചാൽ നമ്മൾ കരയാതെ ഇരിക്കുന്നു ഞാൻ പറയില്ല. നിങ്ങൾക്ക് ആ ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഇരിക്കും. പിന്നെ കരച്ചിൽ കഴിഞ്ഞിട്ട് പിന്നെ അതിനെ കൊണ്ടുപോയി പിന്നെ കരയേണ്ടെന്ന് പറയുമ്പോൾ അതിന് ഏറെ സങ്കടം വരികയല്ലേ ചെയ്യുക. ഇത് എല്ലാവർക്കും ഉള്ളതാണ് എന്ന് നമ്മൾ സമാധാനിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇദ്ദ ഇരിക്കുക 4 മാസവും 10 ദിവസം. അതിൻ്റെ ഇടയിൽ ഭർത്താവിൻ്റെ അനിയന്മാരെ ജ്യേഷ്ഠന്മാരെ കാണാൻ പറ്റുമോ എന്നാണ്.
അവിഹിതമായിട്ട് ആ ഭർത്താവിൻ്റെ ഇളയച്ചനെന്ന് കാണുന്നില്ല പൂതിയിലാണ് എങ്കിൽ കാണാൻ പാടില്ല. ഭർത്താവിൻ്റെ മൂത്തച്ഛനെ ഇനി കണ്ടാൽ തിരക്കടില്ല എന്നുള്ള മനസ്സാണ് ഉള്ളിൽ എങ്കിൽ അതും കാണാൻ പാടില്ല. നേരെ മറിച്ച് അന്നേ വരെ ഭർത്താവിൻ്റെ അനിയന് ചോറും കഞ്ഞിയും വെച്ച് വിളമ്പുന്ന ആൾക്കാരല്ലേ നമ്മൾ. അവൻ താത്ത എന്ന് വിളിച്ചൊരു വിവരം ചോദിക്കുകയാണെങ്കിൽ അത് പാടില്ല എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. അവിഹിതമായിട്ടുള്ള മനസ്സിൽ വല്ല കരുതൽ, അതായത് അവിഹിതമായൊരു ബന്ധം വേണം എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് എങ്കിൽ ഭർത്താവിൻ്റെ ഇളയച്ചനെയും പാടില്ല, ഭർത്താവിൻ്റെ അപ്പാനെയും പാടില്ല, ഭർത്താവിൻ്റെ ജ്യേഷ്ഠനെയും പാടില്ല, പെങ്ങന്മാരെ മക്കളെയും പാടില്ല, ആരെയും പാടില്ല. എന്തിനെ? വർത്താനം പറഞ്ഞ് ചിരിച്ച് കളിച്ച് ഇരിക്കാൻ പാടില്ല. നേരെ മറിച്ച് നമ്മുടെ വീട്ടിൽ ജ്യേഷ്ഠൻ മരിച്ചു കഴിഞ്ഞു, അഞ്ചൻ വന്നിട്ട് മക്കൾക്കുള്ള അരിയും സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി താത്ത എന്താ അരി എന്തെങ്കിലും വേണോ എന്നയാൾ ചോദിച്ചു എന്നതുകൊണ്ട് ഇദ്ദ പോകുന്നൊന്നുമില്ല. ഇദ്ദ എന്ന് പറഞ്ഞാൽ ശരിക്ക് പറഞ്ഞാൽ മറ്റൊരു വിവാഹം കഴിക്കണമെങ്കിൽ ആ പെൺകുട്ടി അത് ചെറുതാണ് എങ്കിൽ അതല്ല പ്രായമായതാണെങ്കിലും മറ്റൊരു മേഖലയിലേക്ക് പോകണമെങ്കിൽ ഈ 4 മാസവും 10 ദിവസവും കഴിയണം. നിങ്ങൾ വിചാരിച്ചോ, ഇനി ഒരു പെൺകുട്ടിയാണ് ഇനിയും കെട്ടിക്കാൻ പറ്റുന്ന പ്രായമാണ് എങ്കിൽ ആ കുട്ടിനെ മറ്റൊരാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനുള്ള സംസാരം വരെ യുദ്ധകാലത്ത് നടത്താമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. മുഴുവൻ ഓതി തരാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. അത് നിങ്ങൾ ഓതിയാൽ മതി. ഖുർആൻ ഓതുമ്പോൾ അൽ ബഖറ തന്നെ പഠിച്ചാൽ ഒരുപാട് നിയമം നമുക്ക് പഠിയും. അപ്പോൾ അതിൽ പറയുന്നത് ഈ കല്യാണം വരെ അന്വേഷിക്കാം. ആർക്ക്? മാതാപിതാക്കൾക്കും ഒക്കെ ഇത് അന്വേഷിച്ച് വെക്കാം. പക്ഷേ ഇത് ഇദ്ദ കഴിഞ്ഞിട്ടേ കെട്ടിക്കാൻ പാടുള്ളൂ എന്ന്. ഇതാണ് ഇദ്ദ ഇരിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഒരാൾ ചോദിച്ചു, 90 വയസ്സായ വാപ്പ മരിച്ചാൽ 85 വയസ്സല്ല ഉമ്മ ഇദ്ദ ഇരിക്കണോന്ന്. അപ്പോൾ ഇമ്മാനോട് ആദ്യമേ മൂപ്പര് പറഞ്ഞതിന് ഇദ്ദ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഉറി കെട്ടി ഇരിക്കൊന്നും വേണ്ടട്ടോ എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അവർ ഇദ്ദ ഇരുന്നില്ല എന്നാ പറഞ്ഞത്. പക്ഷേ ഇസ്ലാമിൻ്റെ നിയമം എന്താണ്? വല്ലദീന യുതവഫൗന മിൻകും വയദറൂന അസ്വാജൻ എന്നാണ്. ഭാര്യയെ ഇട്ടേച്ചു കൊണ്ട് ഭർത്താവ് മരിച്ചു പോയാൽ ഏത് പ്രായം എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. ഭർത്താവ് മരിച്ചാൽ ഭാര്യ ഇദ്ദ ഇരിക്കണമെന്നതാണ്. അപ്പോൾ 80 വയസ്സുള്ള ഭർത്താവ് മരിച്ചാൽ 70 വയസ്സുള്ള ഉമ്മയാണെങ്കിലും ഈ 4 മാസവും 10 ദിവസവും ഈ ഭർത്താവ് മരിച്ച വീട്ടിൽ തന്നെ അവരിയ്ക്കലാണ് ഏറ്റവും ഉത്തമം. ഇനി ഏതെങ്കിലും മക്കളടുത്ത് പോട്ടെ എന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഇരുന്ന ഈ വീടുണ്ടല്ലോ ഏറ്റവും ഉത്തമമായത് അതാണ്. നമ്മളെ ഭർത്താവ് ഇരുന്ന വീടുണ്ടല്ലോ ആ വീട്ടിൽ തന്നെ നമ്മളിരിക്കലാണ് ഏറ്റവും ഉത്തമം. ഇനി ഇവിടെ ഒരു സൗകര്യമല്ല അല്ലെങ്കിൽ പ്രയാസങ്ങളാണ് എങ്കിൽ വേറെ ഒരു മകൻ്റെ അടുത്തേക്ക് പോകണ്ട എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പോകും ചെയ്യാം. പക്ഷേ അത് പരസ്യമായിട്ടല്ല നമ്മളിതൊന്നും ചെയ്യൽ. ഇതൊക്കെ നമ്മൾ രഹസ്യമായിട്ട് ചെയ്യേണ്ടുന്നൊരു കാര്യമാണ്. ഞാൻ നാളെ എൻ്റെ ജ്യേഷ്ഠൻ്റെ എൻ്റെ ഭർത്താവിൻ്റെ മറ്റേ മാറ്റത്തേക്ക് പോകുകയാണ് എന്ന് പറഞ്ഞ് കൊട്ടിപ്പാടി പോകേണ്ട ഒരു ആവശ്യമല്ല. അപ്പോൾ 4 മാസവും 10 ദിവസവും ഇദ്ദ ഇരിക്കുക എന്നതാണ് ഇസ്ലാമിൻ്റെ നിയമം. ഇതെന്താ പറയാനുള്ള കാരണം എന്നറിയും നിങ്ങൾ. പിന്നെ അതേപോലെ തന്നെ ഫൈദ ബലഗന അജലഹുന്ന ഫലാ ജുനാഹ അലൈക്കും ഫീമാ ഫഅൽന ഫീ അൻഫുസിഹിന്ന ബിൽ മഅറൂഫി വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. നിങ്ങൾ ഇദ്ദയുടെ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഫലാ ജുനാഹ അലൈക്കും ഫീമാ ഫഅൽന, നിങ്ങൾ ഇതുവരെ എന്താണോ ഉദ്ദേശിച്ച് നിങ്ങൾ ചെയ്തിരുന്ന കാര്യങ്ങൾ, ടീച്ചറായിരുന്നു എങ്കിൽ ജോലിക്ക് പോകാൻ പറ്റും. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ജോലിയാണെങ്കിൽ അങ്ങനെ പോകാൻ പറ്റും. അതല്ല നിങ്ങൾ ഒരു തൊഴിലുറപ്പിന് പോകണ നമ്മളാണ് എങ്കിൽ നമുക്കതിനു വേണ്ടിയും പോകാം. ഈ കാലം കഴിഞ്ഞാൽ വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, അള്ളാഹു നിങ്ങൾ ചെയ്യുന്നതൊക്കെയും അറിയുന്നവനാണ്. അപ്പോൾ നിങ്ങളുടെ അവസ്ഥ അള്ളാഹ്ക്കറിയാം. ഇതിൽ വേറെ ചോദ്യം വന്നെന്താ അറിയോ? ജോലി ചെയ്യുന്ന ഞാനാണ്, എൻ്റെ ഭർത്താവ് മരിച്ചിരിക്കുകയാണ്, എനിക്ക് 4 മാസം ലീവ് ഗവൺമെൻറ് തരില്ല, 3-4 കുട്ടികളുമുണ്ട്. ഇങ്ങനത്തെ ഒരു സ്ത്രീയോട് ഇസ്ലാം ഇങ്ങനെ കഠിനമായ കൽപ്പന, അള്ളാഹു ഒരാൾ ഇന്നല്ലാഹു യുരീദുകുമിൽ യുസ്ര വലാ യുരീദുകുമിൽ ഉസ്ർ എന്നാണ്. അള്ളാഹ് എപ്പോഴും ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. അതിൽ മനുഷ്യനെ പ്രയാസപ്പെടുത്തുന്നില്ല. ഒരു മകനേ ഉള്ളൂ, ഒരു മകൻ കെട്ടിയ ഒരു ഒരു ഭാര്യയാണല്ലോ അയാൾക്കുണ്ടാവുക, വേറെ മക്കളില്ല. ഇയാൾക്കാണെങ്കിലോ 2-3 കുട്ടികളുണ്ട്. ഭാര്യ ടീച്ചറോ അല്ലെങ്കിൽ ഡോക്ടറോ അതല്ലെങ്കിൽ എന്തെങ്കിലും ജോലിക്കാരിയാണെന്ന് വിചാരിച്ചോ നിങ്ങൾ. വെറും ഡോക്ടറും ജോലിയൊന്നും മാത്രമല്ലല്ലോ ജോലി, നമ്മൾ പോകുന്ന മുഴുവനും ജോലികളാണ്. ജോലിയാണെങ്കിൽ 4 ദിവസവും 10 ദിവസവും ഇരിക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ അവർക്കില്ല എങ്കിൽ ജോലിക്ക് പോകണം, കുട്ടികളെ പഠിപ്പിക്കണം. അതേപോലെ തന്നെ വീട്ടിലെ ഭക്ഷണ സാധനങ്ങൾക്ക് വസ്തുക്കൾ വേണം. ഇതൊക്കെ അവരെ അധ്വാനിക്കാനുള്ളൂ എങ്കിൽ അവർ ജോലിക്ക് പോകട്ടെ. പക്ഷെ എന്താണ്, അവർ മര്യാദയോടുകൂടിയായിരിക്കണം. അവർ മറ്റുള്ളവരോട് മിങ്കിൾ ചെയ്ത് സംസാരിക്കാനോ പുരുഷന്മാരെ ഇടയിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാനോ അതുപോലുള്ള
ഈ മരണം മറന്നുകൊണ്ടുള്ളൊരു പ്രവർത്തനം അവിടെ കയ്യിലുണ്ടാകാൻ പാടില്ല. ഇത് വളരെ വളരെ നിർബന്ധമായൊരു കാര്യമാണ്. നമുക്ക് നല്ല അടക്കവും നല്ല ഒതുക്കവും ഉണ്ടാകണമെന്ന്. ഇപ്പോൾ അടുത്ത് തന്നെ നമ്മുടെ ഒരു സഹോദരി ഖത്തറിൽ നിന്ന് വന്നതാണ്. ഭർത്താവും ഭാര്യയും എഞ്ചിനീയർമാരാണ്. 2 മക്കളെ MBBSൽ ചേർക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ നിങ്ങൾക്കറിയായിരിക്കും ചേർക്കാൻ വന്നതാണ്. പക്ഷേ ശനിയാഴ്ച പോകേണ്ട ആൾ ഭർത്താവ് വെള്ളിയാഴ്ച രാത്രി മരിച്ചു. ഇവർ 2 പേരും അവിടെ ജോയിൻ ചെയ്യേണ്ട ആൾക്കാരാണ്. അവിടുത്തെ ഗവൺമെൻറ് ജോലിയാണ്. അപ്പോൾ അവർ വിളിച്ചു ചോദിച്ചു ഞാൻ എന്ത് ചെയ്യണമെന്ന്. കാരണം അവർ പോയിട്ടില്ല എങ്കിൽ അവർക്ക് ഈ ജോലിയും കിട്ടൂല, മാത്രമല്ല ഈ മക്കളെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ല. ഭർത്താവ് മരിക്കുകയും ചെയ്തു. അള്ളാഹു ഒരു മനുഷ്യനെ കൊണ്ട് എന്ത് തീരുമാനിക്കുന്നു എന്നുള്ളത് അള്ളാഹ്ക്ക് മാത്രം അറിയുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പറ്റുകയില്ല. അവരോട് നമ്മൾ പല ആൾക്കാരും ചോദിച്ചപ്പോൾ അവർ നമ്മളെ പണ്ഡിതന്മാർ പറഞ്ഞത് അവർ പോകട്ടെ എന്നാണ്. അങ്ങനെ അവർ ജോലിക്ക് പോയി. അവർ പറഞ്ഞു അവിടെ ജെൻസും ഒക്കെ ഉള്ള ഓഫീസാണ്, എൻജിനീയറാണ് അവർ. അപ്പോൾ അവർ പറഞ്ഞു ഞാൻ നിക്കാബ് ഇട്ടുകൊണ്ട് ഞാൻ മുഖം മറച്ചിട്ടാണ് ഇവിടെ ജോലി ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ആ 4 മാസവും 10 ദിവസവും അവർ ജോലി ചെയ്യാതിരുന്നാൽ അവിടെ കുട്ടികളുടെ പഠനം മുടങ്ങുകയാണ്. പടച്ചോൻ അങ്ങനെ ഒരാളെ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവർ ആരേറ്റും മിങ്കിൾ ചെയ്ത് സംസാരിക്കാനോ അല്ലെങ്കിൽ യാത്രയിൽ പരിചയപ്പെടാനോ ഒന്നുമല്ല. ആ കണക്ക് രൂപത്തിൽ ആ 4 മാസവും 10 ദിവസവും അവർ ആ ഭദ്രതയിൽ ആ ഈമാനോടുകൂടി ആ ഒരു മനസ്സിൽ ഭർത്താവ് പിരിഞ്ഞു എന്നുള്ള വിഷമത്തോടുകൂടി അവർക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ അവർ ജോലി ചെയ്യുന്നുണ്ട് എന്നാണ് അവർ പറഞ്ഞ മറുപടി. അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. പിന്നെ ഒരു വീട്ടിൽ ചെന്ന് കയറിയപ്പോൾ അവിടെ മകൻ മരിച്ചിരിക്കുകയാണ്. മകൻ്റെ ഉമ്മ ഉണ്ട്, മകൻ്റെ വാപ്പുണ്ട്. ഉമ്മ വയസ്സായി കണ്ണ് കാണില്ല. വാപ്പാക്കും ഒരുപാട് പ്രായമായിട്ടുണ്ട്. പക്ഷേ ആ വീട്ടിൽ മറ്റുള്ള സൗകര്യങ്ങൾ കുറവാണ്. ആ സമയത്ത് ആ ഉമ്മ ഒരു ബക്കറ്റും ഒരു വലിയ വട്ടിയും വെച്ച് കൊടുത്തിരിക്കുക. എന്തിനറിയോ? ഈ മകൻ മരിച്ചതല്ലേ, മകള് ബാത്റൂമിൽ പോണത് പുറത്തുള്ള ആൾക്കാർ കാണും എന്ന് ആൾക്കാർ പുറത്തിറങ്ങണ്ട എന്ന് പറഞ്ഞപ്പോൾ ഈ കണ്ണ് കാണാത്ത ഉമ്മയാണ് ഈ വട്ട വെച്ച് ഇതിൽ മൂത്രമൊഴിപ്പിക്കണതും അപ്പിടിപ്പിക്കണമൊക്കെ. ഞാൻ ചെന്നു കണ്ടു. അന്നൊക്കെ എത്രയോ ദിവസമായിരിക്കുന്നു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പരിപാടിയില്ല, അവൾ ബാത്റൂമിൽ പോയിക്കോട്ടെ. റോട്ടുമ്പോൾ ഇങ്ങനെ നോക്കിയാണ്ട് ആൾക്കാരെ നോക്കാനല്ലല്ലോ പോണത്, ബാത്റൂമിക്ക് തല താഴ്ത്തിക്കൊണ്ട് എങ്ങനെയാണ് പുറത്തുള്ള ആൾക്കാരെ വീക്ഷിക്കാത്ത രൂപത്തിൽ അവർ ബാത്റൂമിൽ പോകും, അവിടെ കർമ്മങ്ങൾ ചെയ്യട്ടെ. എന്നിട്ട് അവർ ഈ റൂമിലിരുന്നാൽ മതി. റൂമിലിരിക്കണ്ടെന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട് മുന്നും പിന്നും അടച്ചു കഴിഞ്ഞാൽ അല്ലേ, അടുക്കള ഭാഗവും ഫ്രണ്ട് ഭാഗവും അടച്ചു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ തന്നെ ഇരിക്കേണ്ടതും. അടച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ ഉള്ള കുട്ടികൾക്കുള്ള ഭക്ഷണം, അതുപോലെ തന്നെ ആ വീട്ടിൽ ആ ഭർത്താവിൻ്റെ ഉമ്മ ഉണ്ടാവും ചിലപ്പോൾ, അല്ലെ വയസ്സായെന്ന്. ഞാൻ ഇതേണെന്ന് പറഞ്ഞ് ഞാൻ റൂമിൽ വെള്ളത്തുണിയും കുപ്പായിട്ട് കാണാണ്ടിരുന്നാൽ ആ വീട്ടിലത്തെ അവസ്ഥ നിങ്ങൾ ഓർത്തു നോക്കിയും. ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചതാണ് ഇതൊക്കെ. ജനങ്ങൾ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഈ ഒരു യുദ്ധയുടെ കാലം പറഞ്ഞ് പല തെറ്റിദ്ധാരണ ലോകത്ത് നടക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് ഒരു മകൻ മരിച്ചുപോയി, ആ ഭാര്യയുടെ യുദ്ധ ഇരിക്കുന്നത്, ആ വീട്ടിലെ കുട്ടികൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാം, ആ ഭർത്താവിൻ്റെ ഉമ്മനെ കുളിപ്പിക്കാം, തേപ്പിക്കാം, ഇതൊക്കെ ചെയ്യാം. ആ ഭർത്താവിൻ്റെ വാപ്പുണ്ടെങ്കിൽ അവരെ പരിചരിക്കാം. ഇതൊക്കെ ചെയ്തുകൊണ്ട് ആ വീട്ടിനകത്തിരിക്കുക. അവർ പുറത്ത് 4 മാസവും 10 ദിവസവും ആഭരണങ്ങൾ അടിഞ്ഞ് ജനസഞ്ചയത്തിൻ്റെ മുമ്പിൽ സഞ്ചരിക്കണ്ട എന്ന് മാത്രമാണ് ഇതുകൊണ്ടുള്ള വിവക്ഷ. ഖുർആൻ അങ്ങനെ സഞ്ചരിക്കണ്ട എന്നൊന്നും പറഞ്ഞില്ല. ഇങ്ങനെ ഇരിക്കണം. 4 മാസവും 10 ദിവസവും കഴിഞ്ഞിട്ടുള്ളൂ. ഇനി അവർക്ക് വേറൊരു വിവാഹം കഴിക്കേണ്ട പ്രായമാണെങ്കിൽ വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്യാം. നിങ്ങൾക്കത് മനസ്സിലായോ? നിങ്ങൾക്കത് മനസ്സിലായിട്ട് എനിക്ക് കാര്യമുള്ളൂ. ഇവർക്കിത് പറഞ്ഞ കാര്യത്തിൽ നമ്മളെ നിയമം പറയേണ്ടതേ. നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പം 4 മാസവും 10 ദിവസവും യുദ്ധ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഈ വെള്ളവസ്ത്രത്തിൽ മൂടിയിരിക്കൽ അല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ നല്ല പോലെ ഇബാദത്ത് ചെയ്ത് നമ്മുടെ ഭർത്താവിന് വേണ്ടി ദുആ ചെയ്ത് പ്രാർത്ഥിച്ച് മഗ്ഫിറത്തിന് വേണ്ടി തേടി കൃത്യമായ നമസ്കാരം എല്ലാ കാര്യങ്ങളും നല്ല ഈമാനോടുകൂടെ നല്ല പ്രവർത്തനം വെച്ചുകൊണ്ട് നമ്മൾ ആ വീട്ടിലിരിക്കണം എന്ന് മാത്രമാണ് ഈ പറയുന്നത്. ഞാൻ പ്രത്യേകം പറഞ്ഞു, അങ്ങാടികളിലേക്ക്, കല്യാണങ്ങളിലേക്ക്, അതുപോലെ കലോത്സവങ്ങളിലേക്ക്, കാർണിവലിലേക്ക് നമുക്ക് ഈ 4 മാസവും 10 ദിവസവും പോകാൻ പാടില്ല. ഇതാണ് സ്ത്രീയുടെ വ്യക്തിപരമായൊരു നിയമം. നിങ്ങളാരും ഉറങ്ങണില്ലല്ലോ. രണ്ടാമത്തത്, ഇനി അടുത്ത പറയുന്നത് എന്താണ്? സ്ത്രീകളെ തൊലാഖ് ചെല്ലാനുള്ള നിയമമാണ് അല്ലേ. എന്തിനാണ്? ലാ ജുനാഹ അലൈക്കും ഇൻ തൊല്ലഖ്തും നിസാ മാലൻ തമുസ്സുഹുന്ന ഔ തഫ്രിദൂ ലഹുന്ന ഫരീലതൻ വമത്തിഉഹുന്ന അലൽ മൂസി ഖദർഹു വലൽ മുഫ്തരി ഖദർഹു. പരിശുദ്ധ ഖുർആനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് തൊലാഖ് ചെല്ലുക എന്നുള്ള കാര്യം. അതായത് നമ്മളെ കുട്ടിനെ കല്യാണം കഴിച്ചു കൊടുത്തു, ആ ഉറങ്ങുന്ന ആളെ നീപ്പിച്ചത് താഴെ വീഴും. പിന്നെ ഒരു പെൺകുട്ടിനെ ഭർത്താവ് ശരിയില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ
ആ കുട്ടിക്ക് അവനെ ഇഷ്ടമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അങ്ങേ അറ്റത്തെ തീരുമാനമാണ് ത്വലാഖ്. ഖുർആൻ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉപദേശിക്കാനും അതുപോലെ തന്നെ മധ്യസ്ഥന്മാർ ചെന്നുങ്ങാണ്ട് ഉപദേശങ്ങൾ കൊടുക്കാനും ഒന്ന് ചെയ്തിട്ടും ഒരു മാറ്റവും ഇല്ലെങ്കിലാണ് ത്വലാഖ് പറഞ്ഞിട്ടുള്ളത്. ആ ത്വലാഖ് ചെയ്ത പെൺകുട്ടിയെ പ്രത്യേകം ശ്രദ്ധിക്കണ ഈ കാര്യം. വൽ മുത്തല്ലഖാത്തു യതറബ്ബസ്ന ബി അൻഫുസിഹിന്ന സലാസത ഖുർആൻ പറഞ്ഞ വാക്കാണ്. ഒരു ത്വലാഖ് ചെല്ലിയ പെൺകുട്ടി 3 മെൻസസ് പീരിയഡ് കഴിയുന്നത് വരെ കാത്തിരിക്കണമെന്നാണ്. അതിലൊരു ചോദ്യം വന്നു, ഗൾഫിലാണ് ഭർത്താവ്, അവിടുന്നാണ് ത്വലാഖ്, കെട്ടിക്കാൻ പറ്റുമോ എന്ന് അടുത്ത ചോദ്യം. ഖുർആൻ്റെ നിയമം എവിടെ എന്നുള്ളതല്ല, 3 മാസങ്ങൾ, 3 മാസം എന്നവിടെ പറയാത്ത എന്തുകൊണ്ടാണ്? ഒരു പെൺകുട്ടിയുടെ മെൻസസ് പീരീഡ് 25 അല്ലെങ്കിൽ 21 ദിവസം നടക്കണമാണ്. 3 മാസമല്ല കാത്തിരിക്കാൻ ഖുർആൻ പറഞ്ഞു. ഞാൻ അള്ളാഹുവിനെ ഒരുപാട് സ്തുതിക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ ഈ ഒരു ആയത്ത് പഠിക്കുമ്പോൾ. കാരണം 3 മെൻസസ് പീരീഡ് കഴിയാൻ ആകെ ഒരു 50 അല്ലെങ്കിൽ 45 ദിവസം മതി. ഈ ദിവസം വരെ വെയിറ്റ് ചെയ്യാൻ കഴിയാതെ പുതിയാപ്പിള വന്ന് വാതിലുമ മുട്ടുകയാണെന്നാണ് രക്ഷിതാക്കളുടെ പരാതി. പ്രിയപ്പെട്ടവരെ, അള്ളാൻ്റെ നിയമം അനുസരിച്ചേ നമ്മൾ കെട്ടിക്കാൻ പറ്റും. എന്തിനാണ് ഈ സലാസ ഖുർആൻ? ശാസ്ത്രം തെളിച്ച് ഡോക്ടറുണ്ടാകും, എനിക്ക് പറയാൻ പേടിയൊക്കെ ഉണ്ട്, എന്നാലും പറയാണ്, ഒരു ഭാര്യയും ഭർത്താവും ബന്ധപ്പെട്ടതിൻ്റെ അതിൻ്റേതായിട്ടുള്ള വസ്തുതകൾ വൈദ്യശാസ്ത്ര രീതിയിൽ പറയാൻ അറിയാത്തതുകൊണ്ട് പറയാണ്, അത് കഴിയാൻ 3 മെൻസസ് പീരിയഡ് ഗർഭപാത്രം ക്ലിയർ ആവുകയുള്ളൂ എന്നാണ് ശാസ്ത്രം പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല 1400 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെയും നിങ്ങളുടെയും ശരീരത്തിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ് പടച്ചവൻ പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിച്ചത്. ആ 3 ഖുർആൻ കഴിഞ്ഞാൽ ചിലപ്പോൾ 40 ദിവസം കൊണ്ട് തീരും, അല്ലെങ്കിൽ 45 ദിവസം, 60 ദിവസം, എന്തായാലും 3 കാരണം 90 ദിവസം, 3 മാസം എന്ന് പറയുമ്പോൾ അതൊന്നും കണക്കാക്കേണ്ട ആവശ്യമില്ല. 20 ദിവസം കഴിഞ്ഞാൽ ഒരു മെൻസസ് തുടങ്ങും, അടുത്ത മാസം 20-ാം തീയതി വീണ്ടും തുടങ്ങും. നമ്മളെല്ലാം അനുഭവിച്ച ആൾക്കാരല്ലോ. എത്ര ദിവസമാണ് നിങ്ങൾ കൂട്ടി നോക്കിയും? ആ ദിവസമല്ല പറഞ്ഞത്, ആ മാസമല്ല പറഞ്ഞത്. സലാസ ഖുർആൻ 3 മെൻസസ് പീരിയഡ് കഴിഞ്ഞാൽ മതി എന്നാണ്. എന്തിന്? മറ്റൊരു ഭർത്താവിൻ്റെ ആ ശാരീരിക ബന്ധത്തിൽ വല്ലതും അവശേഷിക്കുന്നുവെങ്കിൽ ശരീരം ക്ലിയർ ആകാൻ, എന്തിന് മറ്റൊരുത്തൻ്റെ പുതിയൊരാളെ കൂടെ വിടണമെങ്കിൽ ഇതിൻ്റെ യാതൊരു അവശേഷിപ്പും ശരീരത്തിൽ ഇല്ലാതെ പടച്ച തമ്പുരാൻ തന്നെ തീരുമാനിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ചു കൊടുത്താൽ മതിയെന്ന്. ഇതാണ് ത്വലാഖിൻ്റെ നിയമം. ഓർത്ത് നോക്കിയും. മറ്റതെന്താണ്? 4 മാസവും 10 ദിവസവും കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രത്യേകത എന്താണ്? ഒന്നുകിൽ ഈ പെൺകുട്ടിക്ക് ഗർഭമുണ്ടോ എന്നറിയണം. ഈ 3 കാര്യത്തിലും അതുണ്ട്. ഈ ഭർത്താവ് മരിച്ച സ്ത്രീക്ക് ഗർഭമുണ്ടോ എന്നറിയാനും അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും പ്രയാസങ്ങളും ഒക്കെ അറിയാനാണ് ഈ 4 മാസവും 10 ദിവസം. അതും ഇതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ ഓർത്തു നോക്കിയും. അപ്പോൾ ഈ ഗൾഫുകാരൻ്റെ ചോദ്യത്തിന് നമ്മൾ കൊടുക്കണ മറുപടി എന്താ? ഈ 3 ഖുർആൻ പറഞ്ഞതാണ്. ആ 3 ഖുർആൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാം എന്നാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ഇങ്ങനെ ഇസ്ലാമിൻ്റെ ഓരോരോ നിയമങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ അനുഭവിക്കുകയാണ് നമ്മൾ. വേറൊന്നല്ലല്ലോ, ഇതൊക്കെ നമ്മൾ അനുഭവിക്കുകയാണ്. ഇനി മറ്റൊന്ന് പറയുമ്പോൾ, ഒന്ന് പ്രയാസമുള്ളത് ഒന്ന് ഈ ഇരിക്കലും, മറ്റൊന്ന് കുട്ടിനെ ത്വലാഖ് ചെല്ലിയാൽ എന്ന് കെട്ടിക്കണം എന്നുള്ളതാണ്. ആ 2 നിയമം ഇപ്പം നിങ്ങൾക്ക് പഠിഞ്ഞോ? നിങ്ങളാന്ന് പറഞ്ഞാലേ ഞാൻ മറ്റു വിഷയത്തിൽ പോൾ സമയം ഒരുപാട് അയക്കണു. ആയല്ല നിങ്ങൾക്ക് നിങ്ങളൊരു മകളെ നമ്മളെ ത്വലാഖ് അല്ലാതിരിക്കട്ടെ, പക്ഷേ ബൈ ചാൻസ് അങ്ങനെ സംഭവിച്ചു എന്ന് വിചാരിക്കുക. സംഭവിച്ചാൽ ആൾക്കാർ എന്തൊക്കെ പറഞ്ഞാലും 3 പീരിയഡ് കഴിയാതെ നിങ്ങൾ കുട്ടിയെ കല്യാണം കഴിച്ച് കൊടുക്കരുത്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ കാര്യമായിട്ട് വ്യക്തി നിയമമായിട്ട് സ്ത്രീക്ക് ഉള്ളതാണ് ഇത്. മൂന്നാമത്തൊന്ന്, യസ്അലൂനകനിൽ മഹീലി കുൽഹിയ, എന്താണ് കുൽഹിയ? ഖുർആൻ്റെ ആയത്ത് പറഞ്ഞല്ലോ, യസ്അലൂനകനിൽ മഹീലി, കുട്ടികൾ നിങ്ങളോട് ജനങ്ങൾ ചോദിക്കും നബിയെ. ബക്കറി തന്നെയാണ് പറയുന്നത്, ഈ മെൻസസിനെ കുറിച്ച് ചോദിക്കും. അപ്പോൾ ഖുർആൻ അള്ളാഹ് പഠിപ്പിച്ചു, നീ ഇത് പറയണം ജനങ്ങളോട്, ഫഅ്തസിലുൻ നിസാ ഫിൽ മഹീൽ, ആ സമയത്ത് പുരുഷന്മാരോട് മാറി നിൽക്കാൻ പറയണമെന്നാണ്. ഞാനിത് പറയാനുള്ള കാരണം, ഇപ്പം അടുത്തൊരു ദിവസം യൂട്യൂബ് നോക്കിയാൽ എൻ്റെ കുട്ടികളെന്നെ ചീത്ത പറയുമെങ്കിൽ ചില ആവശ്യമുള്ള കാര്യങ്ങൾക്ക് ഞാൻ നോക്കേണ്ടി വരവാണ്. അപ്പം അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ അവിടെ പറയുന്ന വർത്തമാനങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളും എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളാരും അത്തരം യൂട്യൂബുകളിൽ വീണു പോകരുത്. എന്താ അവിടെ പറഞ്ഞ വാക്കെന്നറിയോ? അതിവിടെ പറയാൻ പറ്റൂല. അതുകൊണ്ട് മെൻസസ് പീരിയഡ് ഒരു പെണ്ണിനുണ്ടായാൽ
അത് കഴിയണവരെ ഫതസിലു നിസാഅ ഫിൽ മഹീദ്, ഖുർആൻ പറഞ്ഞ വാക്കാണത്. നിങ്ങൾ ആ പീരിയഡിൽ പുരുഷന്മാർ മാറി നിൽക്കുന്ന സ്ത്രീയെ വെടിക്കണമെന്ന്. അതായത് വലാ തഖ്റബൂഹുന്ന, അവരെ നിങ്ങൾ സ്പർശിച്ച് പോകരുത്. അതായത് വെറുതെ അങ്ങനെ തോണ്ടേ അല്ലെങ്കിൽ ഇതിലെ പോകുമ്പോൾ തൊടേ ചെയ്യണീനല്ല ഈ പറയുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വലാ തഖ്റബൂഹുന്ന, അവരുമായിട്ട് നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല എന്ന് തന്നെയാണ്. എങ്ങനെ? അവർ ശുദ്ധിയാകുന്നത് വരെ, മെൻസസ് കഴിഞ്ഞവർ കുളിച്ച് കയറുന്നത് വരെ ഒരു പുരുഷനും ഒരു സ്ത്രീയുമായിട്ട് ബന്ധപ്പെടാൻ പാടില്ല എന്ന് അള്ളാഹുവിൻ്റെ നിയമമാണ്, നാട്ടുകാരുടെയോ വീട്ടുകാരുടെയോ നിയമമല്ല. അങ്ങനെ ചെയ്താൽ റബ്ബിൻ്റെ ശിക്ഷ ഞാൻ നിങ്ങളുടെ ആദ്യം ഓതി. നമ്മുടെ കുടുംബത്തെയും നമ്മെയും നിങ്ങൾ രക്ഷപ്പെടുത്തണമെങ്കിൽ അള്ളാഹുവിൻ്റെ നിയമം അതാണ് അള്ളാഹ് റബ്ബാണ് എന്ന് നമ്മൾ ഉറപ്പിച്ചാൽ ഈ കാര്യത്തിൽ നിന്നെല്ലാം നമുക്ക് മാറി നിൽക്കാൻ കഴിയും. ഇത് ഒന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ മൂന്നാമത്തെ കാര്യം പറയുന്നത് എന്താണ്? പിന്നെ നമ്മൾ സ്ത്രീകളുടെ കാര്യം ഇത് മൂന്നെണ്ണല്ലേ. പിന്നെ ഉള്ളത് എന്താണ്? കുട്ടികളുടെ പാല് കൊടുതിയാണ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വൽ വാലിദാത്തു, ഇത് നമ്മൾ സ്വന്തമായതുകൊണ്ട് ഈ വിഷയം മാത്രം പറയണേന്. വൽ വാലിദാത്തു യുർലിന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈനി, ഒരമ്മായിമയും അതിന് പിന്നെ ഒപ്പം നടക്കരുത് കേട്ടോ. വല്ല വാലിദാത്തും, സ്ത്രീ അതായത് മാതാക്കൾ, യുർലിന അവർ പാല് കൊടുക്കണമെന്നാണ്. ഔലാദഹുന്ന അവരുടെ മക്കൾക്ക്, ഹൗലൈനി കാമിലൈനി പൂർത്തിയായ 2 വർഷം. ഞാൻ അടുത്തൊരു സംഭവം അറിഞ്ഞു. ഒരു ജമാഅത്ത് കുടുംബത്തിൽ നിന്നൊരു സ്ത്രീ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആൺകുട്ടിയേക്കല്ലേ 2 വർഷം, പെൺകുട്ടിയേക്ക് 1.5 വർഷമല്ലേ എന്ന്. കാരണം ദിറ്റികളെ പഠിച്ചത് പോലാണ്. ആൺകുട്ടിയേക്കല്ലേ 2 വർഷം, പെൺകുട്ടിയേക്ക് 1.5 വർഷം. ഇതെന്താ സ്വത്ത് കൊടുക്കുന്ന ഏർപ്പാടാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹ് പറഞ്ഞതാ ഔലാദഹുന്ന, നിങ്ങൾ പ്രസവിച്ച, വലത് പറഞ്ഞാൽ പ്രസവിച്ചത് എന്നർത്ഥം. അത് കുട്ടി എന്നുള്ളൊരർത്ഥം മാത്രമേ ഉള്ളൂ, ആണ് പെണ്ണെന്നില്ല. ഔലാദഹുന്ന, നിങ്ങളുടെ മക്കൾക്ക് 2 വർഷം നിങ്ങൾ പാല് കൊടുക്കണമെന്നാണ്. എൻ്റെ പ്രിയപ്പെട്ട അമ്മമാർ, ഇനിയുള്ള തലമുറക്ക് നമ്മുടെ വീട്ടിൽ എല്ലാ സൗകര്യമുണ്ട്, ഒക്കെ ഉണ്ട്, കൊടുത്തോളണം പാല് കുട്ടിക്ക് 2 വർഷം. ആ കുട്ടിക്കാണ് അള്ളാഹു ഏറ്റവും കൂടുതൽ ബുദ്ധിയും എല്ലാതും വെക്കുന്നത്. ഈ പാലിലൂടെ മനുഷ്യനെ സൃഷ്ടിച്ച് ഈ കുഞ്ഞ് പൈതലിന് പാല് കൊടുക്കണമെന്ന് പറഞ്ഞതിൽ അതിൽ വലിയ ദൃഷ്ടാന്തമുണ്ട്. അതുകൊണ്ട് പാല് കൊടുക്കാതിരിക്കരുതേ. ഇനി വേറെന്താണ്? ഈ പാല് കൊടുക്കുന്ന ഇടയിലാണ് ഭാര്യയും ഭർത്താവും പിണങ്ങിയത് എങ്കിൽ തെറ്റിപ്പോന്നു. അവിടെ ചെന്നപ്പോൾ പറഞ്ഞത് ഓളമ്മാക്കും പറ്റിയില്ല, ഇവിടെ ചെന്ന് പറഞ്ഞപ്പോൾ ഓൻ്റെ അമ്മാക്കും പറ്റിയില്ല. അങ്ങനെ ഇതെപ്പോഴാണ്ടാകുക ഈ തെറ്റെന്നറിയോ? പ്രസവിച്ച് കിടക്കുമ്പോൾ. നിങ്ങൾ ശ്രദ്ധിച്ചേക്കണോ, കല്യാണം കഴിഞ്ഞ ആദ്യത്തെ 2-4 സൽക്കാരം വരെ പൊന്നിൻ്റെ കട്ടയായിരിക്കും നമ്മുടെ മരുമക്കൾ. 1 വർഷം കഴിയുമ്പോൾ അതിന് ചെറിയ തോണ്ടലും ചൊറിച്ചിലും തുടങ്ങി. ഒരു കുട്ടികളുണ്ടാകുമ്പോൾ പിന്നെ ഒരു കുട്ടികളായിക്കഴിഞ്ഞാൽ പിന്നെ എന്തായി? പിന്നെ മാന്തൽ കൂടുതലാണ്. അങ്ങനെ ഒരു കുട്ടി അല്ലെങ്കിൽ 2ാമത്തെ കുട്ടിയാകുമ്പോഴത്തെ ഇവർ തമ്മിൽ ഇമ്മയും തുടങ്ങി, മകനും തുടങ്ങി. ഇമ്മ കണ്ടുപിടിച്ചും മകൻ ഏറ്റുപാടും. അങ്ങനെ ആയിങ്ങാണ്ട് ഇവർ 1 അല്ലെങ്കിൽ 1.5 കുട്ടിയൊക്കെ ആകുമ്പോഴാണ് ഈ തെറ്റും കുറ്റവും ഉണ്ടായി. അപ്പോഴാണ് അമ്മായിയും മരുകളും കുടുംബവും പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ 2 കൂട്ടരും അങ്ങോട്ടും വർത്താനം പറയും, ഇല്ലേ? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ ഖുർആൻ പഠിപ്പിച്ചത്? ലിമൻ അറാദൻ യുതിമ്മ റളഅത അലൽ മൗലൂദി ലഹു റിസ്ഖുന്ന വ കിസ്വതുഹുന്ന ബിൽ മഅറൂഫ്. ഒരൊറ്റ ആളും ഇന്നേ വരെ ശ്രദ്ധിക്കാത്ത കാര്യമാണിത്. നമ്മൾ കുടുംബങ്ങൾ അങ്ങനെ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ പാല് കുടിക്കുന്ന കുട്ടിനെയും കൊണ്ടാണ് ആ പെണ്ണ് അവളുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട പുരുഷന്മാരെ, നിങ്ങൾക്ക് നരകമോചനം വേണമെങ്കിൽ, പ്രിയപ്പെട്ട ഉമ്മമാരെ, മരുമക്കളിൽ നിന്നുള്ള ശാപമില്ലാതെ, ആ കുട്ടിൻ്റെ ശാപമില്ലാതെ നിങ്ങൾക്ക് സ്വർഗം നേടണമെങ്കിൽ ആ കുട്ടിക്കുള്ള പാലിനുള്ള ഭക്ഷണവും ആ ഉമ്മ കൊടുക്കാൻ ആ സ്ത്രീക്ക് ഭക്ഷണവും ആ കുട്ടിക്കും ആ സ്ത്രീക്കും വസ്ത്രവും നിങ്ങൾ കൊടുക്കണമെന്ന് അള്ളാഹ് പറയുകയാണ്. കുട്ടിക്ക് പാലുണ്ടാക്കാൻ എന്തൊക്കെ കൊടുക്കണം നമ്മൾ? ആ ഉമ്മാക്ക് വേണ്ടുന്ന പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ, പാലും മുട്ടി എന്താ വേണ്ടുവെങ്കിൽ ശരിക്ക് ആ കേസ് തീരെ വെക്കാനും തീരെ മധ്യസ്ഥം വഹിക്കുക, കോടതിയിൽ പോകുക, അതൊന്നും ഇവിടെ വിഷയമല്ല. കുട്ടിൻ്റെ പാല് കൂടി 2 വർഷം നിങ്ങൾ കൊടുക്കാൻ, അതിലുള്ള ഭക്ഷണത്തിനുള്ള ചെലവും അതുപോലെയുള്ള വസ്ത്രത്തിനുള്ളതും കൊടുക്കണം. ഇതാർക്ക് നമ്മൾ കൊടുക്കൽ എങ്ങനെ അറിയോ? കുട്ടിക്ക് തുണിയും പായം കൊണ്ടേ കൊടുക്കും. നിങ്ങൾ കണ്ടിട്ടില്ലേ ആ പരിപാടി? ഭാര്യയും ഭർത്താവും പിണങ്ങിക്കഴിഞ്ഞാൽ ഒരു കുട്ടിയോ 2 കുട്ടിയോ മകളെ നമ്മളെ വീട്ടിൽ വന്നാലേ
അമ്മായിമ്മ അല്ലെങ്കിൽ അമ്മോശാക്കെ ഓനോ വരും, അയലോക്ക് നിന്നിട്ട് കുട്ടിക്കുള്ള തുണിയും കുപ്പാണ് കൊടുന്നു തരും. എന്താവശ്യമുണ്ടത്? ഖുർആൻ അറിയാത്തത് കൊണ്ടാണ്, വേറൊന്നുമല്ല. ഈ ഖുർആൻ പറഞ്ഞത് ലിമൻ അറാദൻ യുത്തിമ്മർ റള, ആ മുലകുടി പൂർത്തിയാക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഉദ്ദേശിക്കുന്നുവെങ്കിൽ, വഅലൽ മൗലൂദി ലഹു റിസ്ഖുഹുന്ന വകിസ്വതുഹുന്ന ബിൽ മഅറൂഫി, ആ കുട്ടിക്കും ആ കുട്ടിൻ്റെ ഉമ്മാക്കും അതിനുള്ള ഭക്ഷണവും അതിനുള്ള വസ്ത്രം. ഈ പാലുടിച്ചാത്ത ഈ ചെറിയ കുട്ടിക്ക് എന്ത് ഭക്ഷണം കൊടുക്കുക? അതിന് ഉമ്മാൻ്റെ പാൽ തന്നെ വേണ്ടേ? അതിനുള്ള ഭക്ഷണം നമ്മൾ കൊടുക്കണം. ആ പെണ്ണിനും കൊടുക്കണം, ഡ്രസ്സും കൊടുക്കണം, ചെലവിനും കൊടുക്കണം. അത് കൊടുക്കലാണോ ഉത്തമം അതോ കൊടുക്കാതിരിക്കലാണോ ഉത്തമം എന്ന് നമ്മളാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ 2 വർഷം പാൽ കൊടുക്കുക എന്ന് 3ാമത്തെ 4ാമത്തെ നിയമം.